എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ ആൺകുട്ടിക്കുള്ള ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ തുണിയാണുള്ളത്. വീതി 58 ഇഞ്ച് വീതിയുണ്ട്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ആകും പോലുള്ള തുണിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ നല്ല വശം. ഇവിടെ നമുക്ക് ഇത് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതേപോലെ മുകൾ വശം ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് ആദ്യം 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് ഗ്യാപ്പ് ഇട്ടിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുക. ആം ഹോള് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ ഡൗണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഷോൾഡർ 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് 20 ആണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 5 ഇഞ്ച്, 2 ഇഞ്ച് കൂട്ടി വെച്ചാൽ മതി. 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേ 7 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ ഇട്ടാൽ മതി. കഴുത്തിൻ്റെ വണ്ണം 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5 ഭാഗം 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് താഴോട്ടും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക് വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ഇവിടെ നമുക്കൊരു 1 ഇഞ്ച് ഷേപ്പ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ചെറിയൊരു ഷേപ്പ് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ ആകെ 7 ഇഞ്ചാണ് വെച്ചത്. ഇതിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ബാക്കിൽ വെച്ചാൽ മതി. 6 ഇഞ്ചിൽ നമുക്ക് മടക്കിയെടുത്താൽ മതി. ഇവിടെ ഒരു 2 ഇഞ്ച് ബാക്ക് എക്സ്ട്രാ വയ്ക്കുക. ഇത് നമുക്കിതിങ്ങനെ മടക്കിയിട്ട് ഇത് ഷോൾഡർ ആയിട്ട് വരും. അപ്പോൾ ഇത് ഷോൾഡർ കുറച്ച് വീതി കൂടിയാലും കുഴപ്പമില്ല, കാരണം കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും ഷർട്ട്. ശേഷം ഇതേപോലെ വയ്ക്കുക. 1/2 ഇഞ്ച് കുറച്ച് വയ്ക്കുക. ബാക്ക് 1/2 ഇഞ്ച് കുറവ് വേണം. അപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിൽ ബട്ടൺസ് ഇട്ടിട്ട് ഫ്ലാറ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ സൈഡ് ഒപ്പം കിട്ടുള്ളൂ. ഇനി കഴുത്ത് ഇവിടെ വീതി 2 ഇഞ്ച് തന്നെ കൊടുക്കാം. ഇറക്കം ഒരു 1.25 ഇഞ്ച് കൊടുത്താൽ മതി. ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടുത്തെ ഇതേ വീതി തന്നെ മുകളിലും കൊടുക്കുക. അതിനുശേഷം ഈ ആദ്യത്തെ മാർക്കിന്ന് ഇതേപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്ക് ആം ഹോൾ വരയ്ക്കുക. ഈ ഭാഗത്തൊക്കെ ഇതിനൊപ്പം കട്ട് ചെയ്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. കൈയിറക്കം വന്നിട്ട് 5 ഇഞ്ചാണ്. അപ്പോൾ അതിന് ഒരു 7.5 ഇഞ്ചൊക്കെ വെച്ചിട്ട് മടക്കിയെടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ ഒന്നുകൂടെ മടക്കുക. ഇവിടെ നമുക്കൊരു 1.25 ഇഞ്ച് മതി മടക്കി അടിക്കാം. കൈയിറക്കം 5 ഇഞ്ചാണ്. നമുക്കൊരു 3/4 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് തയ്ക്കാം. ഇങ്ങോട്ടൊരു 2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. കൈ ലൂസ് വന്നിട്ട് 5 ഇഞ്ച് മതി. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ഇട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ആം ഹോൾ വരയ്ക്കാം. ഇവിടെ 5.5 വയ്ക്കുമ്പോൾ ഇതിന്ന് 1 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി. ഇവിടെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ ഒരു ഷോൾഡർ ബാക്കിൽ എക്സ്ട്രാ കൊടുക്കാം. നമ്മളിത് കട്ട് ചെയ്യാതെ കൊടുക്കുകയാണ്. ഷോൾഡർ ഇതേപോലെ ഒപ്പം വെച്ചിട്ട്
ഈ കഴുത്ത് മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. വീതി നമുക്കൊരു 4.5 ഇഞ്ച് കൊടുക്കാം. ഇവിടെ നമുക്കത് അടിച്ചു കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് പോക്കറ്റിന് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോളർ മാർക്ക് ചെയ്യാം. കോളർ ക്യാൻവാസ് ഇതേപോലെ മടക്കി എടുക്കുക. ഇത് വന്നിട്ട് കനം കുറഞ്ഞ ക്യാൻവാസാണ്. ചെറിയ ഷർട്ടാകുമ്പോൾ അധികം കനമുള്ള കോളർ വേണ്ട. ഇത് വന്നിട്ട് തുണി പോലെയുള്ള ഒരു ക്യാൻവാസാണ്. ഇത് നമുക്ക് ഈ കോളർ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യാം. കോളർ 10 ഇഞ്ച് കോളറാണ്. ഇതിൽ ഏറ്റവും ചെറിയ കോളർ 10.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 4 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ആദ്യം ഇതേപോലെ ബൈൻഡ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ കോളർ ഒരു 4 ഇഞ്ച് ഇതോടെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല. ഇത് തന്നെ നമുക്ക് അടിച്ചിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് എളുപ്പത്തിലുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി ഇത് ഇതേപോലെ തുണിയിൽ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ച്ചെടുക്കാം. ഇനി ഇവിടെ ഈ അടയാളം ഇട്ടിട്ടുണ്ട്, ഇതിലൊന്ന് മടക്കിയെടുക്കുക. ഇനി ഇതേപോലെ ഇതിൻ്റെ തയ്യത്തുമ്പ് ഇട്ടതിൻ്റെ പാതിയിൽ മടക്കുക. എന്നിട്ട് ഇതേപോലെ അടിക്കുക. നമുക്കൊരു 1/2 ഇഞ്ചിലധികം വീതി കിട്ടിയാൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ നല്ല വശം ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ ഈ അടിവശത്തേക്ക് ഇതേപോലെ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതുപോലെ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിലൊരു അടയാളം ഇടുക. അതിനുശേഷം അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തയ്യലിടാം. ഇനി ഇവിടെ അരിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഫ്രണ്ട് പടികൾ തയ്ക്കാം. ഇവിടെ നമ്മൾ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇതിൽ അല്പം കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഞാൻ ഇതിൽ ക്യാൻവാസ് ഒന്നും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് ഇതിൽ ഒട്ടിച്ചിട്ട് അടിക്കാം. ഇതേപോലെ ഇതിൻ്റെ പാതിയിൽ മടക്കിയെടുക്കുക. അതായത് 1 ഇഞ്ച് വീതിയിൽ. എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഈ 2 സൈഡിലും ഓരോ തയ്യലിടാം. ഇത് ചെറിയ രീതിയിൽ അകുമ്പോറുള്ള തുണിയാണ്. ഇനി അഥവാ അകുമ്പോറും ഇല്ലാത്ത തുണിയാണെങ്കിൽ വേണമെങ്കിൽ പുറത്തേക്ക് ഇതേപോലെ മടക്കി അടിക്കാം. ഇനി ഇതിലൊരു ചെറിയ പോക്കറ്റ് വയ്ക്കാം. ഒരു 4.25 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ ആദ്യത്തെ മാർക്കിൽ ഒന്ന് മടക്കിയെടുക്കുക. അതുപോലെ ഇവിടെ ഒന്ന് മടക്കാം. ഇനി ഇവിടെ നമുക്ക് പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റ് ഷർട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് വയ്ക്കാം. ഇത് ചെറിയ ഷർട്ടായതുകൊണ്ട് ഒരു 2.25 ഇഞ്ചൊക്കെ വീതി വെച്ചാൽ മതി. ആദ്യം നമുക്ക് ഈ പോക്കറ്റിൻ്റെ മൗത്തൊന്ന് മടക്കി അടിക്കാം. ഇതേപോലെ ഒരു 1/2 ഇഞ്ചിലധികം വീതി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ നഖം കൊണ്ട് വരച്ചാൽ തന്നെ കിട്ടും. വീതി ഒരു 3 ഇഞ്ച് വീതി കൊടുക്കാം.
ഇറക്കം 3.25 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം ഇറക്കത്തിൽ വരുത്തിയാൽ മതി. അപ്പോൾ ഇതേപോലെ തയ്യത്തുമ്പ് നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ഈ കോർണറിൽ നമുക്ക് അടിച്ച് വരുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൽ അടിച്ചെടുക്കുക. ഇനി ഈ ബട്ടൺ പട്ടിയാണ് അടിച്ചെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് വീതി മതി. കാജാപ്പട്ടി 1 ഇഞ്ച് വീതി വരുമ്പോൾ ഇത് 3/4 ഇഞ്ച് വീതി മതി. ഇനി നമുക്കിത് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാം. ഷോൾഡറിൻ്റെ ഇതേപോലെ അടിവശം എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്കിത് കവർ ചെയ്യാനൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇവിടെ മടക്കുക. അതിനുശേഷം നേരെ ഇതിന് മേലെ വെച്ചിട്ട് ഒരു തയ്യലിട്ടാൽ മതി. നമുക്ക് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഭാഗം ഒന്ന് ചേർത്തടിക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു തൈലും കൂടെ ഇടാം. 1/4 ഇഞ്ച് വീതിയിൽ ഒരു തൈലും കൂടെ ഇടാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ അല്ല വരിക. നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം പിടിച്ചിട്ട് എവിടെയാണോ സെൻറ്റർ വരുന്നത് ഇതാണ് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്ററായിട്ട് വരിക. ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം. ഒരു 1/4 ഇഞ്ച് കുറവ് വരുന്നുണ്ട്. അത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സെപ്പറേറ്റ് കട്ട് ചെയ്യാം. 1/4 ഇഞ്ച് ഇവിടെ നിന്ന് എടുക്കുക. ഇങ്ങോട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുവരേക്കും എടുത്താൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട. ഇനി ഇതേപോലെ ബാക്കിൽ നിന്നും എടുക്കാം. ഇതേ പീസ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇത് വന്നിട്ട് ഇവിടെ നമ്മളിത് മടക്കി അടിക്കുകയാണ് ചെയ്യണത്. ഈ കൈ ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും ഇതിലേക്ക് മടക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ അടിക്കുക. അപ്പോൾ ഇതേപോലെ സ്ലീവിൽ നിന്ന് ബോഡിയിലേക്കാണ് ഇത് മടക്കി അടിക്കേണ്ടത്. അതിനുശേഷം അത് തിരിച്ച് വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ബോഡിയിലേക്ക് തന്നെ വെച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു മേൽത്തൈലിടാം. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് വീതിയിൽ മേൽത്തൈലിട്ടെടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും അടിച്ചെടുക്കാം. സൈഡ് വന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യത്തുമ്പിട്ടത്. അപ്പോൾ നമുക്കിത് 1/2 ഇഞ്ച് തയ്ച്ചിട്ട് ഓവർലോക്ക് അടിക്കാം. ഈ സൈഡിൽ നിന്ന് ഓവർലോക്ക് അടിച്ചെടുക്കാം. ഇതിൻ്റെ ബോട്ട് അടിച്ചെടുക്കാം. ബോട്ട് നമുക്ക് ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം.
ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കോളർ തയ്യാറാക്കാം. ക്യാമറ ഓഫായി തോന്നുന്നു. അപ്പോൾ നമ്മളിതിൽ ബൈൻഡും കോളറും സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടില്ല, ഒന്നിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ അടിയിലൊരു തുണി വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഇതേപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് തയ്യത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ കോർണറിൽ ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ ഈ സൈഡും. എന്നിട്ട് ഇത് അടിമറിച്ചെടുക്കാം. അതുപോലെ സൂചി കൊണ്ട് ഈ പോയിൻ്റ് എടുത്താൽ മതി. ഇനി ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. ഷർട്ടിൻ്റെ കഴുത്തൊന്ന് വെച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഒരു പോയിൻറ്റിൻ്റെ കുറവാണ് വരുന്നത്. അത് നമുക്കിവിടെ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഒരു പോയിൻ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതേപോലെ നല്ല വശത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം നഖം കൊണ്ട് ഇവിടെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു തയ്യലിടാം. ഇനി ഇവിടെ നമുക്ക് ഇതിങ്ങനെ മടക്കിയെടുത്താൽ മതി. ഇവിടെ 4 ബട്ടൺസ് വയ്ക്കാം. ഒരു ബട്ടൺ ഹോൾ ഇവിടെ വയ്ക്കാം. അതിനുശേഷം ഒരു 2.25 ഇഞ്ചിൽ ഒരു ബട്ടൺ ഹോൾ വയ്ക്കുക. അതിനുശേഷം 2.5 ഇഞ്ച്, ഇത് നമുക്ക് നീളത്തിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. 4 ബട്ടൺസ് ഇവിടെയും വയ്ക്കുക, ഒരു ബട്ടൺസ് ഇവിടെയും വയ്ക്കുക. ബട്ടൺസ് ഒന്ന് വെച്ചെടുക്കാം.